സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തുന്ന മുനിസിപ്പാലിറ്റി സെക്രട്ടറിയുടെയും ചില ജീവനക്കാരുടെയും നടപടിക്കെതിരെ പ്രതിഷേധമുയർന്നു. അതേസമയം സേവനാവകാശ നിയമം അട്ടിമറിക്കുന്ന വർക്കല മുനിസിപ്പാലിറ്റി സെക്രട്ടറി പല കോടതി ഉത്തരവുകളും സർക്കാർ ഉത്തരവുകളും നടപ്പാക്കുന്നതിൽ പോലും അലംഭാവം കാണിക്കുന്നതായും വ്യാപക പരാതിയുണ്ട്. എന്നാൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വർക്കലയിൽ നിയമനം നേടിയെടുത്ത മുനിസിപ്പൽ സെക്രട്ടറി ഇപ്പോൾ വകുപ്പ് മന്ത്രിക്കും സെക്രട്ടറിക്കും തലവേദനയായിരിക്കുകയാണ്. സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിൽ വകുപ്പ് മന്ത്രിക്കും വകുപ്പിനും തന്നെ ഏറെക്കാലമായി തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് വർക്കല മുനിസിപ്പാലിറ്റി. സാധാരണക്കാർക്കും കൈക്കൂലി നൽകാത്തവർക്കും യാതൊരു തരത്തിലുമുള്ള നിയമാനുസൃതമായ സേവനവും ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് വ്യാപകമായി ഉയർന്നിരിക്കുന്ന പരാതി. കെട്ടിട നിർമ്മാണ ചട്ടം കൃത്യമായി പാലിച്ച് നിർമ്മാണം നടത്തുന്ന വീടുകൾക്ക് പോലും നമ്പർ ഇട്ട് നൽകുന്നതിൽ കാലതാമസം വരുത്തുക എന്നതായിരുന്നു ഇവിടുത്തെ മുനിസിപ്പൽ എഞ്ചിനീയറുടെയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും പ്രധാന ഹോബി. ഇവർ നിർദ്ദേശിക്കുന്ന ഏജൻസികളിൽ നിന്ന് പ്ലാൻ വരച്ച് നൽകിയാലേ അപ്രൂവൽ പോലും നൽകാറുള്ളൂ. ഇത്തരത്തിലല്ലാതെ വരുന്ന അപേക്ഷകളിൽ വർഷങ്ങളോളം കാലതാമസം വരുത്താനും ഈ ഉദ്യോഗസ്ഥർ മടികാട്ടിയില്ല എന്നും പറയുന്നു. നേരത്തെ ഈ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്തിരുന്ന MEയെയും AEയെയും അനധികൃത നിർമ്മാണങ്ങൾക്ക് വ്യാപകമായി കൈക്കൂലി വാങ്ങിക്കൊണ്ട് കൂട്ടുനിൽക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് സ്ഥലം മാറ്റിയിരുന്നു. അതേസമയം ഇത്തരത്തിലുള്ള ജീവനക്കാർക്ക് ഒത്താശ ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ സെക്രട്ടറി ഡോക്ടർ സാംജിയുടേതും. സേവനാവകാശ നിയമവും സെക്രട്ടറി അട്ടിമറിക്കുന്നുവെന്നും പരാതിയുണ്ട്. CPIM വർക്കല ഏരിയ സെക്രട്ടറി ഷാജഹാൻ, വർക്കല നഗരസഭയിലെ ഭരണം കെടുകാര്യസ്ഥയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. അവിടുത്തെ നഗരസഭാ സെക്രട്ടറി സർക്കാരിൻ്റെ ഉത്തരവുകൾ പോലും അവഗണിക്കുകയാണ്. സാധാരണക്കാരൻ ഏതെങ്കിലും ഉത്തരവ് സമ്പാദിച്ച് ഗവൺമെൻറ് ഉത്തരവ് സമ്പാദിച്ച് നഗരസഭയിൽ ചെന്നാൽ അവരോട് വളരെ മോശമായ രീതിയിലാണ് നഗരസഭാ സെക്രട്ടറി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വർക്കല മുനിസിപ്പാലിറ്റി സെക്രട്ടറിയായി നിയമനം നേടിയ ഡോക്ടർ സാംജിയുടെ പ്രവർത്തനത്തിൽ വകുപ്പ് മന്ത്രിക്കും വകുപ്പ് സെക്രട്ടറിക്കും അതൃപ്തിയുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.